കഥ ഇവിടെ തീർന്നില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മഹാബലിയുടെ തിരിച്ചുവരവാണ്, അതായത് മാവേലിയുടെ വരവ്. പക്ഷേ മഹാബലി വിഷ്ണുവിനോട് അപേക്ഷിച്ചു, എന്റെ പ്രജകളെ വർഷത്തിൽ ഒരിക്കൽ കാണാൻ എന്നെ അനുവദിക്കണം. വിഷ്ണു ആണെങ്കിൽ അത് സമ്മതിച്ചു. കാരണം മഹാബലി വലിയ വിഷ്ണു ഭക്തനായിരുന്നു. അങ്ങനെ ഓരോ തിരുവോണ ദിവസവും മാവേലി തന്റെ ജനങ്ങളെ കാണാൻ വരുന്നു എന്നാണ് ഐതിഹ്യം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ, ഓണത്തിന്റെ ഓരോ ആഘോഷങ്ങളെ പറ്റിയാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഓണപ്പൂക്കളം. അതെ, പൂക്കളം ഒരുക്കുന്നു. അത് ഓണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പിന്നെ നമുക്ക് വരുന്നത് എന്താ, ഓണസദ്യ കഴിക്കുന്നു, വള്ളംകളി നടക്കുന്നു, കുട്ടികളും മുതിർന്നവരും ഒത്തുചേർന്ന് കളികളും ഉത്സവവും ഒക്കെ പങ്കെടുക്കുന്നു. ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷവും ഐക്യവും നൽകുന്ന കേരളത്തിന്റെ സ്വന്തം ഉത്സവമാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടിയുള്ള കേരളത്തിൽ